റിയാസ്, അതോടൊപ്പം തന്നെ കോഴിക്കോടുകാർ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് അവർ ഈ ഒരു വേർപാടിനോട് പ്രതികരിച്ചിരിക്കുന്നത്? കോഴിക്കോടിനെ സംബന്ധിച്ച് മാമുക്കോയുടെ വിയോഗം എന്ന് പറയുന്നത് അങ്ങേറ്റം വലിയൊരു നഷ്ടമാണ്. കാരണം കോഴിക്കോടുകാർക്ക് ഒരു വലിയ താരത്തെയല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവർക്കിടയിൽ നല്ലൊരു സുഹൃത്തിനെ, അവരുടെ പ്രിയപ്പെട്ട മാമുക്കയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മാമുക്ക എന്ന് പറയുന്നയാൾ നേരത്തെ അല്പം മുൻപ് MK രാഘവൻ MP അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. കോഴിക്കോടിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. കോഴിക്കോട് പള്ളിക്കണ്ടിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം ഏത് മേഖലയിലായാലും, കാരണം ശുഭ്രവസ്ത്രധാരിയായാണ് അദ്ദേഹം എപ്പോഴും എത്തിയിരുന്നത്, ഒരു താരജാടകളും ഇല്ലാതെ. കാരണം പൊതുവെ നമ്മൾ ഈ താരങ്ങളെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്ര ഗോപുരങ്ങളിൽ വസിക്കുന്ന ആളുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അതായിരുന്നില്ല മാമുക്കോയ. സദാ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുപ്രവർത്തകനെ പോലെ സജീവമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കോഴിക്കോടിന്റെ ഒരു ജനകീയ സമരം നടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവിടെ മാമുക്കോയെ കാണാൻ സാധിക്കും. കോഴിക്കോടിന്റെ ഒരു കലാ മേഖല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് മാമുക്കോയെ കാണാൻ സാധിക്കും. കോഴിക്കോടിന്റെ നാടകരംഗത്ത് അദ്ദേഹത്തെ കാണാം. മാപ്പിള കലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സിനിമാ നടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം, നാടകത്തിലൂടെ രംഗത്ത് വന്ന ഒരു വ്യക്തിത്വം. കലായിലെ ആ പഴയ മര പഠിക്കാരൻ ആയി തന്നെ എപ്പോഴും ജീവിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ഉയരങ്ങളിലെത്തിയപ്പോഴും, സിനിമയിൽ 450ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തപ്പോഴും, ഏറ്റവും തിരക്കേറിയ മലയാള സിനിമയിലെ നടനായപ്പോഴും, മലയാള സിനിമയിൽ വിളങ്ങി നിന്നപ്പോഴും ഒക്കെ അദ്ദേഹം അതിന്റെ പ്രഭ ഒരിക്കലും ജനങ്ങൾക്കിടയിലേക്ക് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തന്റെ ആ ഒരു രൂപം എപ്പോഴും ആ രീതിയിൽ തന്നെ, ആ ഒരു സൗമ്യമായ മുഖമായിരുന്നു എന്നും മാമുക്കോയുടെ രൂപം എന്ന് പറയുന്നത്. ഇന്നും പുഞ്ചിരിയുള്ള ഒരു മുഖം, ആരോടും ഒരു ജാടയോടുകൂടി പെരുമാറിയില്ല അദ്ദേഹം. എല്ലാവരെയും തന്റെ സ്വന്തക്കാരനായി കണ്ട, നമ്മുടെയൊക്കെ വീട്ടിലെ ഒരാളായിട്ടാണ് ഓരോ മലയാളിയും, കോഴിക്കോടുകാർ മാത്രമല്ല ഓരോ മലയാളിയും മാമുക്കോയെ കാണുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പോലെ നിഷ്കളങ്കമായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും എന്നുള്ളതാണ്. എല്ലാവരോടും ചിരിച്ച് ഇടപെട്ടുകൊണ്ട്, ഒരുപക്ഷെ കാണുമ്പോഴൊക്കെ പുറത്ത് തട്ടി ഇടപെടുന്ന ഒരു മാമുക്ക, അതാണ് കോഴിക്കോടുകാരെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോലും ആളുകൾ ഒരു നോക്ക് കാണാനായി വരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 3 മണിക്ക് ശേഷം ഇപ്പോൾ MSSൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച ശേഷം നേരെ മൃതദേഹം പൊതുദർശനത്തിനായി കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് മാറ്റും. അവിടെ വലിയൊരു ജനാവലിയാണ് മാമുക്കോയെ ഒരു അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി, ആ ചേതനയേറ്റ ശരീരം കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി ഓരോ കോഴിക്കോടുകാരനും അവരുടെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട ഒരു വേദനയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ദേവിക.